ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു ദിവസം മുഴുവനായും ചിത്രീകരിച്ചാൽ തീരാത്ത കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന്. ഈ വലിയ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും കാണുന്ന കാഴ്ചയാണിത്. താഴെ നമ്മൾ വരുന്ന വഴി കാണുന്ന ബോട്ടിംഗ് ഏരിയയാണിത്. മഴക്കാലമായാൽ ഈ പാലത്തിന് താഴെ കൂടെ നല്ലൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും. അത് നേരെ ചെന്നെത്തുന്നത് ആ ബോട്ടിംഗ് ഏരിയയിലേക്കാണ്. ഇവിടം വ്യൂ പോയിന്റ് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ 4 ബ്രിഡ്ജിൽ നിന്നും നോക്കുമ്പോഴും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഇത് വളരെ ചെറിയ കുട്ടികൾക്ക് ഉള്ള ആക്ടിവിറ്റീസാണ്. ആ ഗേറ്റ് കടന്നു വരുന്ന ഉടനെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്കായിട്ട് ട്രെക്കിംഗ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രെക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് ഇത്. ഈ ആകാശത്തിൻ്റെ മനോഹാരിത കൊണ്ട് തന്നെ ആയിരിക്കും കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വാഗമൺ അറിയപ്പെടാൻ കാരണം. ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ് ഞാൻ നടക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് മുൻപ് കണ്ട ആ ടവറിൻ്റെ അതിലൂടെ വേണം പോവാൻ. ഇതാണ് ജെയിൻ സ്വിം. 2 പേർക്ക് ഇരുന്ന് ആസ്വദിക്കാവുന്ന ഒരു ആക്ടിവിറ്റീസാണ്. 700 രൂപയാണ് ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ ടവർ ക്യാബിനിൽ നിന്നാണ് നമ്മുടെ സ്കൈ സൈക്ലിംഗ് തുടങ്ങുന്നത്. ദൂരെ കാണുന്ന ആ വലിയ വ്യൂ ടവറിലേക്കാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഒരാൾ അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട് ടോപ്പിലൂടെ. അത്രയധികം ഉയരത്തിലായിട്ടും വളരെ കൂളായിട്ടാണ് ഇയാൾ സൈക്ലിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും വളരെ കൂളായി തന്നെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. നമ്മൾ പോകുന്നത് ആ വാച്ച് ടവറിൻ്റെ മേലേക്കാണ്. അതിൻ്റെ താഴെ കൂടെ വേണം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ. ശരീരം തളർത്തിയിട്ടും തളരാത്ത മനസ്സുമായി യാത്ര ചെയ്യുന്ന ഒരു ഏട്ടനെ ഞാൻ കണ്ടു. മുൻപ് കയറിയ വാച്ച് ടവറിനേക്കാളും ജനത്തിരക്ക് ഈ ടവറിലുണ്ട്. ഫോട്ടോ എടുക്കുന്നവരുടെയും സൈക്ലിംഗ് നടത്തുന്നവരുടെയും എല്ലാം തിരക്ക് ഈ ടവറിൽ തന്നെയാണ്. ഇത്രയും ഉയരത്തിൽ നിന്നാണ് സ്കൈ സൈക്ലിംഗ് നടത്തുന്നത്. സ്കൈ സൈക്ലിംഗ് നടത്തുന്ന റോപ്പാണ് ആ കാണുന്നത്. അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും. ഇവിടെ നിന്നും നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെ നമുക്ക് ഇവിടം ആസ്വദിക്കാൻ കഴിയും. ഗ്ലാസ് ബ്രിഡ്ജ് മുതൽ ഈ കാണുന്ന മലയിടുക്കുകൾക്കിടയിലൂടെയാണ് പാരാഗ്ലൈഡിംഗ് നടക്കാറുള്ളത്. വാച്ച് ടവറിൽ നിന്നുള്ള മൊത്തമായ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കാണിക്കാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ്. 250 രൂപയാണ് വലിയവർക്ക് ഗ്ലാസ് ബ്രിഡ്ജിലെ എൻട്രി ഫീ വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി. ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാൻ കാരണം 20 പേർക്ക് മാത്രമാണ് ഒരേ സമയം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശനമുള്ളത്. അവർ റിട്ടേൺ വന്നതിന് ശേഷമേ അടുത്ത ആളുകളെ കയറ്റി വിടും. 5 മിനിറ്റ് സമയം മാത്രമാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ നിൽക്കാനുള്ള സമയം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 120 അടി നീളമാണ് ഇതിനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് ഇത്
സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് പാരാഗ്ലൈഡിംഗ് നടക്കുന്ന സ്ഥലത്തെ കാഴ്ചകളിലേക്കാണ്. പാരാഗ്ലൈഡിംഗ് നടത്താൻ ഫോം ഫിൽ ചെയ്ത് പണമടച്ച ആൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ബാക്കിയുള്ള കാഴ്ചക്കാർ ഈ ബാരിക്കേഡിന് പുറത്ത് നിൽക്കണം. പാരാഗ്ലൈഡിംഗ് ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ സന്ദർശകരധികവും. പാരാഗ്ലൈഡിംഗ് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അഡ്വഞ്ചർ പാർക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ജീപ്പിൽ കണ്ട സതീഷ് ചേട്ടൻ്റെ ആ നൈബറാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തത്. മലപ്പുറത്ത് നിന്ന് ഇടുക്കി സന്ദർശിക്കാനെത്തിയ ഒരു ഫാമിലി സന്ദർശകരെ ഞങ്ങൾ ഇവിടെ കണ്ടു. നിങ്ങൾ എന്നവിടെ എന്നാ എത്ര പേരുണ്ട്? ഫാമിലി ട്രിപ്പ് തന്നെയാണോ? ഞാൻ മലപ്പുറം കോട്ടക്കല്. ഇല്ല, ഞങ്ങളിങ്ങനെ 3 പേര്. ഇത് നമ്മളെ ഫ്രണ്ടാണ്, അവരിവിടെ ആണല്ലേ. എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. ഒരു മിനിറ്റ് വാ, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, വ്ളോഗുമായി ശ്രീജിത്ത്, കാണാം. ഓക്കെ, ആ ശരി, അപ്പോൾ കാണാം.